നമസ്കാരം. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല, സ്ഥിരമായ മിത്രങ്ങളുമില്ല എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, സ്ഥിരമായ ബിസിനസ് പാർട്ട്ണർമാർ. പുറത്തിവർ കടിച്ചു കീറും, ചാനലുകളിൽ വന്നിരുന്നിട്ട് അഴിമതി അഴിമതി എന്ന് അലറി വിളിക്കും. പക്ഷെ അണിയറയിൽ ഇവർ സ്വർണ്ണപ്പൊതികൾ കൈമാറും, ഒന്നിച്ച് താക്കോൽ ദാനത്തിന് പോകും, ഒരേ പ്ലേറ്റിൽ നിന്ന് ബിരിയാണി കഴിക്കും. ഇന്ന് നമ്മുടെ വിഷയം ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മുടെ രാഷ്ട്രീയ സിംഹങ്ങളും തമ്മിലുള്ള അഗാധമായ പ്രണയമാണ്. പണ്ട് പോറ്റിയുടെ കൂടെ വിമാനം കയറി എങ്ങോട്ടോ പോയ MP അടൂർ പ്രകാശ് ഇപ്പൊ പറയുന്നു അദ്ദേഹത്തിന് പോറ്റിയെ അറിയില്ല എന്ന്. എന്നാൽ 2024 ചിത്രങ്ങൾ വരുന്നത് കണ്ടോ? പോറ്റിയുടെ കാശ് കൊണ്ട് പണിത വീടിന്റെ താക്കോല് കൊടുക്കാൻ ചിരിതൂകി നിൽക്കുന്നത് ഇതേ അടൂർ പ്രകാശാണ്. ഇതിനിടയിൽ ഇടതുപക്ഷത്തിന്റെ ദേവസ്വം ബോർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അവിടെയുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്നത് ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണ്. ആ ധാരണ ഇന്ന് നമ്മളൊന്ന് തിരുത്തി കൊടുക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇന്ന് ഓരോരുത്തരുടെയും മുഖം മൂടി അഴിയാൻ പോവുകയാണ്. നമുക്ക് ആദ്യം UDFന്റെ അധ്യക്ഷനായ അടൂർ പ്രകാശിൽ നിന്ന് തന്നെ തുടങ്ങാം. MP-യുടെ രീതി നോക്കണേ. പണ്ട് സോണിയാഗാന്ധിയെ കാണാൻ ഇദ്ദേഹം കൂട്ടുപോയത് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി, അതും ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ്. അന്ന് വിവാദമായപ്പോ പറഞ്ഞത് അവൻ കാട്ടുകള്ളനാണെന്നാണ്, അറിയില്ലായിരുന്നു എന്നാണ്. ശരി, പോട്ടെ, അന്നത്തെ ഒരു അബദ്ധം, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ 2024 ജനുവരിയിൽ പുളിമാത്ത് നടന്ന ചടങ്ങ് നോക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പണം നൽകി നിർമ്മിച്ച വീടിന്റെ താക്കോല് കൊടുക്കാൻ നമ്മുടെ MP തന്നെ എത്തുന്നു. ഫേസ്ബുക്കിൽ പടം ഇടുമ്പോ ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തൻ എന്ന് പോറ്റിയെ വിശേഷിപ്പിക്കുകയാണ്. MP, ഒരു സംശയം, നിങ്ങൾ കാട്ടുകളിൽ നിന്ന് വിളിച്ച അതേ ആൾക്ക് മാസങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് അയ്യപ്പ ഭക്തൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയത്? സ്വർണ്ണക്കടത്ത് കേസിൽ SIT അന്വേഷിക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചിട്ടും എങ്ങനെയാണ് നിങ്ങൾ ഈ മച്ചാമച്ച ബന്ധം പുലർത്തുന്നത്? ഇതിനെയാണ് മച്ചാമച്ച ബന്ധം എന്ന് പറയുന്നത്, അല്ലെ? അകത്ത് കള്ളൻ, പുറത്ത് ഭക്തൻ, കൂടെ MP-യും. ഇനി അടൂർ പ്രകാശിനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? ഒരിക്കലുമില്ല. അവിടെയാണ് ഇടതും വലതും കണക്കാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്. ഈ താക്കോൽദാന ചടങ്ങിൽ അടൂർ പ്രകാശിന്റെ ഇടത്തും വലത്തും ഒക്കെ ഇരുന്ന് കൈയടിച്ചത് ഇതുപോലെയുള്ള ഇടതും വലതും മുന്നണികൾ തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ ഉണ്ട്, പുളിമാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സുസ്മിതയുണ്ട്. ഇവരൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ പിണറായി സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതും അന്വേഷിക്കുന്നത് സ്വർണം കെട്ടതും ഭരിക്കുന്ന പാർട്ടി, അന്വേഷിക്കുന്നതും ഭരിക്കുന്ന പാർട്ടിയുടെ പോലീസ്. ഒരു വശത്ത് അന്വേഷണം, മറുവശത്ത് പ്രതിയുമായി ചായ കൂടി. ഇത് എന്ത് തരം ഭരണമാണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ പണിയാണെന്ന് അടൂർ പ്രകാശ് ആരോപിക്കുമ്പോൾ P ശശിയുടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ പ്രതിയുടെ പണം കൊണ്ട് പണിത ഊട്ടുപുര ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടോ അതോ രാഷ്ട്രീയ നാടകമാണോ നടക്കുന്നത്? പ്രതിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ല. പണം ആര് തന്നാലും അവർ വാങ്ങും. പണത്തിന് നിറമില്ലല്ലോ, പ്രത്യേകിച്ചും അത് സ്വർണ്ണ നിറമാകുമ്പോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മനുഷ്യൻ ഒരു അത്ഭുതമാണ്. ശബരിമലയിൽ സ്വർണം പൂശ്യത്തിലും അന്നദാനത്തിലും കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം. ഈ പണമൊക്കെ എവിടെ പോയി? അതിങ്ങനെയുള്ള താക്കോൽദാന ചടങ്ങുകളിലൂടെയും നേതാക്കളുടെ വിദേശ യാത്രകളിലൂടെയും വെളുപ്പിച്ചെടുക്കുകയാണ്. രാഷ്ട്രീയക്കാർക്ക് പോറ്റി എന്നാൽ ഒരു കറവ പശുവായിരിക്കാം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫണ്ട് കൊടുക്കാൻ പോറ്റി വേണം, വിദേശത്ത് പോകുമ്പോൾ സൗകര്യങ്ങൾ ഒരുക്കാൻ പോറ്റി വേണം. പക്ഷേ പോറ്റി കുടുങ്ങിയപ്പോ എല്ലാവരും കൈമലർത്തി. അടൂർ പ്രകാശ് പറയുന്നു, ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തില്ല എന്ന്. സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കയറാൻ എന്തെന്ന പുളിമാത ചായക്കടയാണോ MP? ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്. നിങ്ങൾ തമ്മിലുള്ള ആ പഴയ മച്ചാമച്ച ബന്ധം കേരളം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ജയിലിൽ കിടക്കുന്ന പോറ്റി നാളെ വായ തുറന്നാൽ പല ഗദർധാരികളുടെയും മുണ്ടിന്റെ നിറം മാറുമെന്ന് നമുക്കറിയാം. അത് പാർട്ടി കൊടിയുടെ നിറമാറ്റമില്ലാതെ. അയ്യപ്പ ഭക്തർ നൽകുന്ന ഓരോ രൂപയും പുണ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ പടം കൊണ്ട് കൊട്ടാരങ്ങൾ പണിയുന്ന പോറ്റിമാരും അവർക്ക് കുടപിടിക്കുന്ന നേതാക്കളുമാണ് ഇന്നത്തെ ശാപം. ശബരിമലയിലെ സ്വർണം കടത്തി എന്ന് കേൾക്കുമ്പോൾ ഓരോ ഭക്തന്റെയും നെഞ്ച് തകരുകയാണ്. എന്നിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസികൾ എന്താണ് ഉറങ്ങുന്നത്? പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം വന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. അടൂർ പ്രകാശിനെ SIT ഇതുവരെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാ? P ശശിയും അടൂർ പ്രകാശും തമ്മിൽ എന്തെങ്കിലും ഡീലുണ്ടോ? എന്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ നിന്റെ സ്വർണ്ണക്കടത്ത് കേസ് ഒതുക്കാം എന്നതാണോ ഈ സെറ്റിൽമെന്റ്? ജനങ്ങൾ വിഡ്ഢികളല്ല. നിങ്ങൾ ഓരോ താക്കോൽ കൈമാറുമ്പോഴും ഓരോ സ്വർണം കൊള്ളയടിക്കുമ്പോഴും കൈമാറുന്നത് ഈ നാടിന്റെ നീതിയാണെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അവസാനമായി ഒന്നും പറയാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയം വെറും ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസല്ല. ഇത് കേരള രാഷ്ട്രീയത്തിലെ ജീർണതയുടെ അടയാളമാണ്. പോറ്റി ജയിലിലായപ്പോ അദ്ദേഹം എല്ലാവർക്കും പാപിയായി. പക്ഷേ അദ്ദേഹം പണം വാരി എറിഞ്ഞപ്പോ, സ്വർണം പണം തിരിച്ചു കൊണ്ടു കൊടുത്തപ്പോ എല്ലാവർക്കും അദ്ദേഹം ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. അടൂർ പ്രകാശും ഇടത് നേതാക്കളും ഒരേ വേദിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ പ്രതിപക്ഷമില്ല, ഭരണപക്ഷവുമില്ല. ഇവിടെയുള്ളത് അഴിമതി പക്ഷം മാത്രമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഇവർ TV-യിൽ വന്നിരുന്ന് തല്ലുകൂടും. രാത്രി ആയാൽ ഇവർ പോറ്റിയുടെ വീട്ടിൽ മീറ്റിംഗ് കൂടും. ഇതാണോ നമ്മൾ സ്വപ്നം കണ്ട കേരളം? രാഷ്ട്രീയക്കാരുടെ ഈ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയണം. അടൂർ പ്രകാശിന്റെ 2024 ഫോട്ടോകൾ ഒരു തെളിവാണ്. ഇവർ ഒരിക്കലും മാറില്ല എന്ന്.
സ്വർണ്ണക്കടത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന ഈ രാഷ്ട്രീയ ശൈലിക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. പോറ്റി ജയിലിലാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനം ഇപ്പോഴും മുകളിലുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത്. എന്തായാലും അടൂർ പ്രകാശിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിചിത്രമായ മറവിയെ കുറിച്ചൊക്കെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. എന്നാൽ ഈ നാടകത്തിലെ മറ്റൊരു പ്രധാന വേഷക്കാരനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് നമ്മുടെ ആഭ്യന്തര വകുപ്പും പിന്നെ കേരളം മുഴുവനും കയ്യിൽ അടക്കി വെച്ചിരിക്കുന്ന സാക്ഷാൽ പിണറായി വിജയനാണ്, അല്ലെങ്കിൽ ഇരട്ടച്ചങ്കനാണ്, അല്ലെങ്കിൽ കാരണഭൂതനാണ്. മിസ്റ്റർ മുഖ്യമന്ത്രി, നമുക്കൊന്ന് നേർക്ക് നേർ സംസാരിക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഈ കേരളത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെയാണ് ശബരിമല ദേവസ്വം ബോർഡ് ഉള്ളത്. ഈ ദേവസ്വം വകുപ്പ് ആരുടെ കയ്യിലാണ്? LDF സർക്കാരിന്റെ കയ്യിലല്ലേ? അതും 2 ഭരണമായി നിങ്ങൾ തന്നെയാണ് നോക്കുന്നത്. നിങ്ങളുടെ പാർട്ടി നോമിനികൾ ഇരിക്കുന്ന ആ ബോർഡിനെ അതിനെ വെട്ടിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ വന്ന് ശബരിമല കൊള്ളയടിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഞങ്ങൾ എന്താ അത്ര വലിയ വിഡ്ഢികളാണോ? ആണ്, നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചല്ലോ. അടൂർ പ്രകാശ് വോട്ടുപോയി സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയടിക്കുന്നു. പക്ഷേ ആ സമയം ഇവിടെ അധികാരം കൈയാളിയിരുന്നത് നിങ്ങളല്ലേ? നിങ്ങളുടെ ഇന്റലിജൻസും നിങ്ങളുടെ പോലീസും വന്ന് എവിടെയായിരുന്നു? ദേവസ്വം ബോർഡിൽ ഒരു ആണി അടിക്കണമെങ്കിൽ പോലും രാഷ്ട്രീയ അനുമതി വേണമെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ ശബരിമലയിൽ സ്വർണം പൂശിയതിലും അന്നദാനത്തിലും കോടികളുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ സർക്കാരിലെ ഉന്നതർക്ക് പങ്കില്ല എന്ന് പറയാൻ എന്ത് ലോജിക്കാണുള്ളത്? അടൂർ പ്രകാശ് പോറ്റിയുടെ കൂടെ താക്കോൽദാനത്തിന് പോയ ചിത്രം കണ്ട് നമ്മൾ അത്ഭുതപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ ദേവസ്വം ബോർഡ് മെമ്പറും നിങ്ങളുടെ കിങ്കരന്മാരും പഞ്ചായത്ത് പ്രസിഡന്റും അതേ പോറ്റിയുടെ കൂടെ ചായ കുടിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകുന്നത് ഒന്നേ ഉള്ളൂ, വിജയ, നിങ്ങളുടെ പോലീസും നിങ്ങളുടെ അന്വേഷണവും വെറും പ്രഹസനമാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ പണിയാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ P ശശിയുടെ കീഴിലുള്ള പോലീസിന് ഈ കേസിൽ എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോലും നിങ്ങളുടെ SITക്ക് ധൈര്യമില്ല. എന്തുകൊണ്ട്? അവിടെയാണ് ആ സെറ്റിൽമെന്റ് ഒളിഞ്ഞിരിക്കുന്നത്. നീ എന്റെ കൊള്ള പുറത്തു കൊണ്ടുവരരുത്, പകരം നിന്റെ MP യെ ഞാൻ തൊടില്ല എന്ന ആ അലിഖിത കരാർ. ശബരിമലയിലെ പണമെടുത്ത് പോറ്റി വീട് പണിയുന്നു. ആ വീടിന്റെ താക്കോൽ കൊടുക്കാൻ UDF MP വരുന്നു. അവിടെ ചിരിതൂകിയിരിക്കാൻ LDF നേതാക്കളും എത്തുന്നു. ഇതിനേക്കാൾ വലിയൊരു മച്ചാ ബന്ധം ഈ ഭൂമിയിൽ വേറെയുണ്ടോ? ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഇവിടെ വ്യത്യാസമേ ഇല്ല. സ്വർണത്തിന്റെ തിളക്കം കാണുമ്പോൾ ആദർശമൊക്കെ അറബിക്കടലിൽ ഒഴുകിക്കളയും. അവിടെ എറിയുന്നവരാണ് നിങ്ങൾ 2 കൂട്ടരും. ഭക്തരുടെ കണ്ണീരും ശബരിമലയുടെ വിശുദ്ധിയും വിറ്റ് കാശാക്കുന്നതിൽ നിങ്ങൾ 2 പാർട്ടികളും തുല്യ പങ്കാളികളാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ കളി ഇനിയെങ്കിലും നിർത്തണം. ഇടതും വലതും കണക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ വേണ്ട. അടൂർ പ്രകാശിന്റെ മറവിയും പിണറായി വിജയന്റെ മൗനവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. അന്വേഷണം പ്രഖ്യാപിക്കുക, അത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ടു പോവുക, ഒടുവിൽ പ്രതികളെ മാന്യന്മാരാക്കി പുറത്തിറക്കുക. ഇതാണ് നിങ്ങളുടെ രീതി. പക്ഷെ ഒന്ന് ഓർത്തോളൂ, ജനങ്ങൾ വിഡ്ഢികളല്ല. ഓരോ താക്കോൽ കൈമാറുമ്പോഴും നിങ്ങൾ കൈമാറുന്നത് ഈ നാടിന്റെ വിശ്വാസ്യതയാണെന്ന് കാലം തെളിയിക്കും. ഇടതും വലതും ചേർന്നൊരുക്കുന്ന ഈ വലിയ കൊള്ളയുടെ ഇരകൾ സാധാരണക്കാരായ അയ്യപ്പ ഭക്തരാണ്. അവർ നൽകുന്ന ഓരോ രൂപയും നിങ്ങളുടെ രാഷ്ട്രീയ ബിസിനസ് വളർത്താനുള്ളതല്ല. അതുകൊണ്ട് മിസ്റ്റർ വിജയൻ, മിസ്റ്റർ അടൂർ പ്രകാശ്, നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര ന്യായീകരിച്ചാലും ആ സ്വർണത്തിന്റെ കറ നിങ്ങളുടെ ഖദറിലും മുണ്ടിലും എന്നും നിലനിൽക്കും. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ കള്ളന്മാർ അല്ലെങ്കിൽ ശബരിമല കൊള്ളയടിച്ചത് ഇടതും വലതും ഒരുമിച്ച് തന്നെയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.